Make your journey a unique one. നമസ്കാരം, ലെറ്റ്സ് എക്സ്പ്ലോർ വിത്ത് ഗായത്രിയുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ ഗായത്രി. ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് മണ്ഡലകാലത്തെക്കുറിച്ചും മണ്ഡലകാല വ്രതത്തെക്കുറിച്ചും എങ്ങനെയാണ് മണ്ഡലകാല വ്രതം എടുക്കേണ്ടത് എന്നതിനെക്കുറിച്ചും എന്തുകൊണ്ടാണ് എടുക്കുന്നത് എന്നതും അതുപോലെ തന്നെ എന്തുകൊണ്ടാണ് മണ്ഡലകാലം 41 ദിവസം എന്ന് പറയുന്ന സംഖ്യയിൽ നിൽക്കുന്നത് എന്നതിനെക്കുറിച്ചുമാണ് ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക്. സോ അധികം താമസിക്കാതെ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. ദേവന്മാരുടെ ബ്രാഹ്മ മുഹൂർത്തമാണ് നമ്മുടെ മണ്ഡലകാലം എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ വിശേഷ ദിവസമായ തൃക്കാർത്തിക, ഗുരുവായൂർ ഏകാദശി, തിരുവാതിര, വൈക്കത്തഷ്ടമി, കുചേല ദിനം ഈ ദിവസങ്ങളെല്ലാം നമുക്ക് മണ്ഡലകാലത്താണ് നമ്മളിലേക്ക് എത്തിപ്പെടുന്നത്. അതുകൊണ്ട് തന്നെ വിശേഷാൽ പൂജകളും കർമ്മങ്ങളും എല്ലാം നമ്മൾ ഈ ഒരു കാലഘട്ടത്തിൽ ചെയ്യുമ്പോൾ അതിൻ്റെതായ ഫലസിദ്ധി എന്ന് പറയുന്നത് നമുക്ക് വളരെ അധികമായിട്ട് അനുഭവപ്പെടുന്നതാണ്. ഈ പ്രപഞ്ചത്തിൽ മുഴുവൻ ഒരു നെഗറ്റീവ് എനർജിയിൽ നിന്ന് ഒരു പോസിറ്റീവ് എനർജിയിലേക്ക് കൊണ്ടെത്തിക്കുന്ന നാളുകളാണ് ഈ മണ്ഡലകാലം എന്ന് പറയുന്ന 41 ദിവസം. ഇനി എന്തുകൊണ്ടാണ് ഈ മണ്ഡലകാലം എന്ന് പറയുന്നത് 41 ദിവസമായി നമ്മൾ കണക്കാക്കി ആചരിക്കുന്നത് എന്നുള്ളതിന്റെ പ്രത്യേകത നമുക്ക് അറിയാം. നമ്മുടെ ശരീരത്തിന്റെയും മനസ്സിന്റെയും സന്തോഷത്തിനും ആരോഗ്യത്തിനും വേണ്ടിയാണ് പൂർവികർ വ്രതാനുഷ്ഠാനം എന്ന് പറയുന്നത് നമ്മുടെ ആചാരമായി മാറ്റിയിരിക്കുന്നത്. ശബരിമല തീർത്ഥാടകരെ സംബന്ധിച്ച് 41 ദിവസത്തെ വ്രതമാണ് മണ്ഡലകാല വ്രതം എന്ന് പറഞ്ഞ് അവർ ആചരിക്കാറുള്ളത്. വൃശ്ചിക മാസത്തിലെ 30 ദിവസവും ധനുമാസത്തിലെ 11 ദിവസവുമാണ് 41 ദിവസം എന്നുള്ളൊരു കണക്കില് മണ്ഡലകാലമായി നമ്മൾ ആചരിക്കാറുള്ളത്. 4 എന്നത് വിഷ്ണുവിന്റെയും 1 എന്നത് ശിവന്റെയും അംശരൂപമായിട്ടാണ് കണക്കാക്കുന്നത്. അതായത് ഹരിയും ഹരനും ചേർന്നതാണ് 41 ദിവസം എന്നുള്ളൊരു കണക്കാണ് നമ്മൾ ആചരിക്കുന്നത്. മഹാവിഷ്ണുവിന്റെ ശംഖ്, ചക്ര, ഗദ, പത്മത്തെ 4 എന്ന സംഖ്യ കൊണ്ടാണ് സൂചിപ്പിക്കുന്നത്. അതേപോലെ തന്നെ മഹാദേവന്റെ തൃശൂലത്തെയാണ് 1 എന്നുള്ള സംഖ്യ കൊണ്ട് സൂചിപ്പിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് മണ്ഡലകാലം 41 ദിവസമായി ആചരിക്കുന്നത്. 365 ദിവസമാണ് ഒരു സൗരവർഷം എന്ന് പറയുന്നത്. 27 ദിവസം കൂടുമ്പോഴാണ് ഒരു ചന്ദ്രമാസമായി മാറുന്നത്. ചന്ദ്രനെ അടിസ്ഥാനമാക്കി നക്ഷത്രമാസം എന്നുള്ള ഒരു സങ്കല്പത്തിൽ ചന്ദ്രൻ നക്ഷത്രങ്ങൾക്കിടയിലൂടെ സഞ്ചരിച്ച് കാന്തിക വൃത്തിയിൽ സഞ്ചരിച്ച് യഥാസ്ഥാനത്ത് ചെന്നെത്തുവാനുള്ള സമയമാണ് ഈ 27 ദിവസം എന്ന് പറയുന്നത്. ഈ 27 ദിവസത്തെയാണ് ഒരു മാസമായി കണക്കാക്കുന്നത്. അതായത് 27 × 12 ചെയ്യുമ്പോൾ 324 ദിവസങ്ങളാണ് കിട്ടുന്നത്. സൗരവർഷത്തിലെ 365 ദിവസത്തിൽ നിന്ന് നക്ഷത്ര വർഷത്തിലെ 324 ദിവസം കുറച്ചാൽ 41 ദിവസം കിട്ടും. ഈ 41നെയാണ് മണ്ഡലകാലമായി സൂചിപ്പിക്കുന്നത് എന്നുള്ളൊരു അഭിപ്രായം കൂടെ നിലവിലുണ്ട്. വൃശ്ചികം 1-നാണ് മണികണ്ഠൻ പന്തളത്തിൽ നിന്ന് മഹർഷി നിഗ്രഹത്തിനായി യാത്രയാവുന്നത്. അങ്ങനെ 41 ദിവസത്തെ യാത്രയ്ക്ക് ശേഷമാണ് എരുമേലിയിൽ വെച്ച് മഹർഷിക്ക് മോക്ഷം കൊടുക്കുന്നത്. ഇങ്ങനെ ഒരു വിശ്വാസം കൂടെ 41 ദിവസത്തെ വ്രതാനുഷ്ഠാനത്തിന് പിന്നില് ഉണ്ട്. അത് മാത്രമല്ല, നാം കഴിക്കുന്ന ഭക്ഷണം മജ്ജയും മാംസവും ആവാൻ 41 ദിവസം എടുക്കും എന്നാണ് പുരാതന വൈദ്യശാസ്ത്രത്തിന്റെ ഒരു ആശയം. അതുകൊണ്ട് തന്നെ ശബരിമല തീർത്ഥാടകർ 41 ദിവസം വ്രതം അനുഷ്ഠിക്കുന്നതിലൂടെ മാനസികമായും ശാരീരികമായും അവർ സജ്ജരാവുന്നു എന്നുള്ളതാണ് ഇതിന്റെ ഒരു വിശ്വാസം. ഇനി വ്രതദായനം എങ്ങനെ ആയിരിക്കണമെന്ന് നമുക്ക് നോക്കാം. വ്രതദായനത്തിനുള്ള വിധി മന്ത്രപാരായണത്തിലൂടെയാണ് നടക്കുന്നത്. മന്ത്രപാരായണം ചെയ്യുമ്പോൾ അഗ്നി, വായു, ചന്ദ്രൻ, സൂര്യൻ, വ്രതപതി ഈ 5 പതികളെയാണ് നമ്മൾ മനസ്സിൽ ആരാധിക്കേണ്ടത്. അഗ്നിയിൽ ഉന്നതി, വായുവിൽ ശക്തി, സൂര്യനിൽ ജ്ഞാനവും ചന്ദ്രനിൽ മനസ്സിന്റെ നിയന്ത്രണവും വ്രതപതിയായ ദേവനിൽ സർവ്വ ഐശ്വര്യവുമാണ് ഉൾപ്പെട്ടിരിക്കുന്നത്. ഈ ഒരു തത്വം മനസ്സിൽ വെച്ചുകൊണ്ട് മാത്രമാണ് വ്രതം ആചരിക്കുന്ന ഒരു വ്യക്തി മന്ത്രപാരായണം നടത്തേണ്ടത്. ഇങ്ങനെ ചെയ്യുന്നതിലൂടെ സമയനിഷ്ഠ, സഹനശക്തി, സ്വാധ്യായനം, അതേപോലെ തന്നെ ബ്രഹ്മചര്യം, സന്തുഷ്ടി, മനഃശാന്തി എന്നിവ വരിക്കപ്പെടുന്നു. വരിച്ചതിനെ പാലിക്കപ്പെടുമ്പോഴാണ് വ്രതാനുഷ്ഠാനം പൂർത്തിയാവുന്നത്. മിതാഹാരം, മിതഭാഷണം, മിത അലങ്കാരം, അതേപോലെ തന്നെ ഈശ്വര ചിന്ത, സാത്വിക ചിന്ത, ധർമ്മചിന്ത, ഭക്തി ഇതൊക്കെയാണ് വ്രതം ആചരിക്കുന്ന ഒരു വ്യക്തിയിൽ കണ്ടുവരേണ്ട ശീലങ്ങൾ. ദിവസവും 2 നേരം ശുദ്ധിയായതിനു ശേഷം ദൈവ പ്രാർത്ഥന അല്ലെങ്കിൽ ദൈവധ്യാനം നടത്തണം. അതിനുശേഷം ദേവാലയത്തിൽ നിന്നോ അല്ലെങ്കിൽ വീട്ടിൽ പാചകം ചെയ്ത സസ്യഭക്ഷണമായിരിക്കണം ഭോജനമായി കഴിക്കേണ്ടത്.
മത്സ്യമാംസാദികളും ലഹരി വസ്തുക്കളും വർജിക്കണം. അതേപോലെ തന്നെ കർശനമായ ബ്രഹ്മചര്യം അനുഷ്ഠിക്കണം. സുഖദുഃഖങ്ങളെ സമമായി കാണണം. മനസാ വാച കർമ്മണ തെറ്റുകൾ ചെയ്യാതിരിക്കുക. ഈ പറയുന്ന കാര്യങ്ങളിലൂടെ മനസ്സിനെയും ശരീരത്തെയും വ്രതാനുഷ്ഠാനം ശുദ്ധീകരിക്കുന്നു എന്നും പറയപ്പെടുന്നുണ്ട്. വ്രതം അനുഷ്ഠിക്കുന്നതിലൂടെ മാനസികമായും ശാരീരികമായും വാക്പരമായും ശുദ്ധി ആർജിക്കുകയാണ് ഒരു വ്യക്തി ചെയ്യുന്നത്. പാദരക്ഷകൾ ഉപയോഗിക്കാതെയും വെറും നിലത്ത് കടന്നുമാണ് വ്രതമെടുക്കുന്ന ഒരു വ്യക്തി നിലവുമായി അല്ലെങ്കിൽ ഭൂമിയുമായി ബന്ധം സ്ഥാപിക്കുന്നത്. കറുത്ത വസ്ത്രങ്ങൾ അണിയുന്നതിലൂടെ അവരിലേക്ക് വരുന്ന സൂര്യപ്രകാശത്തെ നിയന്ത്രിക്കുകയും ശ്വാസഗതിയെ നിയന്ത്രിക്കുന്ന ശരണവിളിയിലൂടെയുമാണ് 41 ദിവസത്തെ വ്രതം പൂർത്തിയാവുന്നത്. ഉപവാസത്തിലൂടെയും ബ്രഹ്മചര്യത്തിലൂടെയും അതേപോലെ ഈശ്വര പ്രാർത്ഥനയിലൂടെയും ഒരു വ്യക്തി പഞ്ചഭൂതങ്ങളെയും കാമനകളെയും സംയമിപ്പിക്കുകയാണ് ചെയ്യുന്നത്. മണ്ഡലകാലത്തിൽ വ്രതമെടുക്കുന്ന ഒരു വ്യക്തിയുടെ ഒരു ദിവസം തുടങ്ങുന്നത് ബ്രാഹ്മമുഹൂർത്തത്തിൽ ഉണർന്നതിന് ശേഷം ശുദ്ധിയായി ഈശ്വര പ്രാർത്ഥനയിൽ ഏർപ്പെടുമ്പോഴാണ്. സാത്വികനെ സംബന്ധിച്ച് ബ്രാഹ്മമുഹൂർത്തം എന്ന് പറയുന്നത് ജപാനുഷ്ഠാനത്തിന് ഏറ്റവും ശ്രേഷ്ഠമാണ്. പുലർച്ചെ 3 മണി തൊട്ട് 6 മണി വരെയാണ് രാത്രിയുടെ 4-ാം യാമത്തെയാണ് ബ്രാഹ്മമുഹൂർത്തം എന്ന് പറയപ്പെടുന്നത്. സത്വഗുണങ്ങൾ ഉത്ഭവിക്കുന്ന സമയമാണ് ബ്രാഹ്മമുഹൂർത്തം എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ ഈ സമയത്തിൽ ഉണർന്ന് ഈശ്വര പ്രാർത്ഥനയും നാമജപങ്ങളും അതേപോലെ തന്നെ നല്ല കർമ്മങ്ങളിൽ ഏർപ്പെടുന്ന വ്യക്തിയിൽ സത്വഗുണം ഉൾപ്പെടുന്നു എന്നുള്ളതാണ് വിശ്വാസം. ശിരസിന്റെ ഇടതുവശത്ത് സ്ഥിതി ചെയ്യുന്ന വിദ്യാഗ്രന്ഥി കൂടുതൽ പ്രവർത്തിക്കുന്ന സമയമാണ് ബ്രാഹ്മമുഹൂർത്തം എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ ബ്രാഹ്മമുഹൂർത്തത്തെ സരസ്വതി യാമം എന്നും കൂടെ അറിയപ്പെടുന്നുണ്ട്. മണ്ഡലകാല വ്രതത്തിൽ ബ്രഹ്മചര്യം കർശനമായും അനുഷ്ഠിക്കേണ്ടതാണ്. ബ്രഹ്മലാഭത്തിനായി എടുക്കുന്ന വ്രതമാണ് ബ്രഹ്മചര്യം എന്നുള്ളത്. ലൗകികമായ സുഖത്തിൽ നിന്നും ചിന്തകളെ വേർതിരിച്ച് ഈശ്വരപാദങ്ങളിൽ എത്തിക്കുന്ന വ്രതമാണ് ബ്രഹ്മചര്യം. ബ്രഹ്മചര്യം ഒരു വ്യക്തിക്ക് അനുഷ്ഠിക്കണമെങ്കിൽ അറിവിനേക്കാൾ കൂടുതൽ അദ്ദേഹത്തിന് ഭക്തിയും സംയമനവുമാണ് വേണ്ടത്. അഖണ്ഡ ബ്രഹ്മചര്യത്തിലൂടെ ഒരു വ്യക്തി ആയുസ്, ഊർജസ്, തേജസ്, ബുദ്ധി, യശസ്, ശക്തി, പുണ്യം എന്നിവ നേടാമെന്നാണ് ഉപനിഷത്തുകൾ പറയുന്നത്. നുണ പറയുക, ചതി, വഞ്ചന, അമിത ക്രോധം, സ്ത്രീ സംഗമം ഇതെല്ലാം ബ്രഹ്മചര്യത്തെ ഭംഗം വരുത്തുന്നതാണ്. ഇനി എന്തുകൊണ്ടാണ് മണ്ഡലവ്രതം നോൽക്കുന്ന വ്യക്തികൾ പാദരക്ഷകൾ ഒഴിവാക്കുന്നത് എന്ന് അറിയാം. 41 ദിവസത്തെ മണ്ഡലവ്രതം അനുഷ്ഠിക്കുന്ന ഏതൊരു വ്യക്തിയും പാദരക്ഷകൾ ഉപയോഗിക്കാറില്ല. ഇത് എന്തിനാണ് എന്ന് വെച്ചാൽ 41 ദിവസത്തെ വ്രതത്തിന് ശേഷമാണ് നമ്മൾ മല ചവിട്ടുന്നത്. അതുകൊണ്ട് തന്നെ ഇതിന്റെ മുന്നോടിയായി പാദരക്ഷകൾ ഒഴിവാക്കുന്നതിലൂടെ നമ്മുടെ പാദങ്ങൾ കൂടുതൽ ദൃഢമാവുകയാണ് ചെയ്യുന്നത്. കല്ലും മുള്ളും നിറഞ്ഞ പാതകളിലൂടെ സഞ്ചരിക്കുമ്പോൾ വേദനകൾ അറിയാതിരിക്കാൻ ഇത് സഹായിക്കുന്നു. കല്ലും മുള്ളും കാലിക്ക് മെത്ത എന്നാണ് ശരണവിളി. അതുകൊണ്ട് തന്നെ ഔഷധ ലതാദികളാൽ സമ്പന്നമായ വനാന്തരങ്ങളിലൂടെ നടക്കുമ്പോൾ ഈ ഔഷധമായ സസ്യങ്ങൾ നമ്മുടെ പാദങ്ങളിൽ തട്ടുന്നതിലൂടെ നമ്മുടെ ശരീരത്തിൽ ഔഷധ ഗുണങ്ങൾ വർദ്ധിക്കുന്നു എന്നുള്ളതാണ് ഇതിന്റെ പിന്നിലുള്ള ശാസ്ത്രീയമായ വിശ്വാസം. ശരീരത്തിൽ രോഗപ്രതിരോധ ശേഷി ഉണ്ടാവാൻ ഇത് സഹായിക്കുന്നു. എന്തിനാണ് കറുത്ത വസ്ത്രവും ദീക്ഷയും ഈ ഒരു മണ്ഡലകാല വ്രതത്തിൽ നമ്മൾ സ്വീകരിക്കുന്നത്? കലിയുഗത്തിന്റെ ദേവനാണ് ശനീശ്വരൻ. അതുകൊണ്ട് തന്നെ ശനീശ്വരന്റെ ഉടയാടയായ കറുത്ത വസ്ത്രം അണിഞ്ഞു പോകുമ്പോൾ കാനന മാർഗത്തിലും വ്രതാനുഷ്ഠാനം എടുക്കുന്ന സമയത്തും ശനീശ്വരന്റെ അനുഗ്രഹം നമ്മളിൽ പതിക്കുമെന്നാണ് കറുത്ത വസ്ത്രം അണിയുന്നതിന്റെ വിശ്വാസം. മണ്ഡലകാല സമയം എന്ന് പറയുന്നത് വളരെയേറെ തണുപ്പേറിയ കാലഘട്ടമാണ്. അതുകൊണ്ട് തന്നെ കറുത്ത വസ്ത്രങ്ങൾ ധരിക്കുന്നതിലൂടെ അന്തരീക്ഷത്തിലുള്ള ചൂടിനെ ആവാഹിച്ച് ശരീരത്തിലേക്ക് അത് നിലനിർത്തുന്നതാണ്. ഇതാണ് കറുത്ത വസ്ത്രം അണിയുന്നതിന്റെ ശാസ്ത്രീയമായ വശം. അതുപോലെ തന്നെ മണ്ഡലകാലത്തിൽ വ്രതം അനുഷ്ഠിക്കുന്ന വ്യക്തികൾ കാവിമുണ്ട് ഉടുക്കുന്നതായി കണ്ടുവരുന്നുണ്ട്. ഇത് എന്തിനാണെന്ന് വെച്ചാൽ പണ്ട് കാലത്ത് പച്ചമഞ്ഞൾ അരച്ച് വെള്ളത്തിൽ മുക്കിയെടുക്കുന്ന വസ്ത്രമാണ് കാവി വസ്ത്രം എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ മല കയറുന്ന സമയത്ത് പുഴുക്കളും മറ്റ് സസ്യങ്ങളിൽ നിന്ന് കിട്ടുന്ന അലർജിയിൽ നിന്ന് ഇത് നമ്മെ രക്ഷിക്കും എന്നുള്ളതാണ് ഒരു ശാസ്ത്രീയമായ വശം. മണ്ഡലകാലത്ത് മുടിയും ദീക്ഷയും നമ്മൾ സ്വീകരിക്കുന്നു. മുടി രോമാദികൾ ഈ ഒരു കാലഘട്ടത്തിൽ വെട്ടാതിരിക്കുന്നത് നമ്മുടെ ആരോഗ്യ സംരക്ഷണത്തിന്റെ ഒരു ഭാഗമായിട്ടാണ്. താടിയും മുടിയും വളർത്തുന്നതിലൂടെ യാത്രാ സമയത്തുള്ള ചൂടിനെയും തണുപ്പിനെയും നിയന്ത്രിക്കാനും സഹായിക്കുന്നതാണ്. തലമുടിയും ദീക്ഷയും വളർത്തുന്നത് ഊർജത്തെ നഷ്ടപ്പെടുത്താതിരിക്കാനാണ് എന്നുള്ളതാണ് ശാസ്ത്രീയമായ വശം. മുറിക്കുന്ന രോമാദികൾ
സന്താനാദികൾ പിന്നെയും വളരാനായി കൂടുതൽ ഊർജം ആവശ്യം വേണ്ടതിരിക്കുന്നു. അതുകൊണ്ട് ഊർജ സംരക്ഷണത്തിന് വേണ്ടിയാണ് താടിയും മുടിയും മുറിക്കാതെ നമ്മൾ സൂക്ഷിക്കുന്നത്. ഭക്തി ഒരിക്കലും സൗന്ദര്യത്തിൽ അധിഷ്ഠിതമല്ല എന്നും കൂടെ ഈ ഒരു വ്രതാനുഷ്ഠാനം സൂചിപ്പിക്കുന്നു. എന്തുകൊണ്ടാണ് മുദ്ര ധരിക്കേണ്ടത്? ശാന്തിയുടെയും സത്യത്തിന്റെയും ഭക്തിയുടെയും പ്രതീകമാണ് മുദ്ര ധരിക്കുക എന്നുള്ളത്. തുളസിമാലയോ രുദ്രാക്ഷമാലയോ ആണ് ദീക്ഷ സ്വീകരിച്ച് ശബരിമല യാത്ര ചെയ്യാൻ തയ്യാറെടുക്കുന്ന ഏതൊരു ഭക്തനും ധരിക്കാറുള്ളത്. അതുപോലെ തന്നെ 108, 54 സംഖ്യകളോട് കൂടിയുള്ള മണിയുള്ള അല്ലെങ്കിൽ മുത്തുകളുള്ള മാലയാണ് ഏറ്റവും ഉചിതം. ഇരുക്ക്, ശംഖ്, പവിഴം, സ്ഫടികം, മുത്ത്, സ്വർണമണി എന്നിവയുള്ള മാലയും ധരിക്കാവുന്നതാണ്. പല വർണ്ണങ്ങളിലുള്ള മണികൾ ഒരു മാലയിൽ അശുഭകരമായിട്ടാണ് വിശ്വസിക്കുന്നത്. ദീക്ഷ സ്വീകരിച്ച് മുദ്ര ധരിക്കുന്നതിന് മുമ്പ് മുദ്രമാല പനിനീരിലോ അല്ലെങ്കിൽ പാലിലോ ശുദ്ധീകരിച്ച് പൂജാരിയെ ഏൽപ്പിക്കണം. പൂജാരി നടക്കിൽ വെച്ച് പ്രാർത്ഥിച്ച് ആരതി ഒഴിഞ്ഞു വേണം ഗുരുസ്വാമിയെ മാല ഏൽപ്പിക്കാൻ. ഗുരുസ്വാമി ഉണ്ടെങ്കിൽ ഗുരുസ്വാമിയുടെ കയ്യിൽ നിന്ന് വേണം ഭക്തൻ മാല അണിയാൻ. സ്വാമിയെ ശരണമയ്യപ്പ എന്നുള്ള നവാക്ഷരി മന്ത്രത്തെ സാക്ഷി നിർത്തിയായിരിക്കണം മാല ധരിക്കേണ്ടത്. ഈ മാല ധരിക്കുന്ന ഭക്തൻ തന്നെ സമ്പൂർണമായി അയ്യപ്പനിൽ സമർപ്പിക്കുന്നു എന്നുള്ളൊരു വിശ്വാസം കൂടെ നമ്മൾക്കിടയിലുണ്ട്. അന്നു മുതൽ അദ്ദേഹത്തിന്റെ പേരിനോടൊപ്പം സ്വാമി എന്നുള്ളൊരു സംബോധനയ്ക്ക് അർഹനാവുകയാണ് അയാൾ ചെയ്യുന്നത്. രാവിലെ സൂര്യോദയത്തിൽ ആദിത്യനെ അഭിമുഖീകരിച്ച് നിന്നാവണം മാല ധരിക്കേണ്ടത്. ഉത്രം നക്ഷത്രം, ശനി, ബുധൻ എന്നീ ദിവസങ്ങളാണ് മാല ധരിക്കാൻ ശ്രേഷ്ഠം. എന്നാൽ ജന്മനാളിന്റെ ദിവസം ഒരിക്കലും മാല അണിയാൻ പാടുള്ളതല്ല. ധർമ്മശാസ്താവിന്റെ സാന്നിധ്യമുള്ള ആ മാല ശബരിമല ദർശനത്തിന് ശേഷം മാത്രമേ ഊരിവെക്കാൻ പാടുള്ളതുള്ളൂ. പൂജാ മുറിയിലെ അയ്യപ്പസ്വാമിയുടെ ഫോട്ടോയുടെ പ്രതിമയുടെ മുന്നിൽ മാല സമർപ്പിക്കാവുന്നതാണ്. പിന്നീട് വീണ്ടും ശബരിമല ദർശനത്തിനായി പോകുമ്പോൾ ഈ മാല തന്നെ ഉപയോഗിക്കാവുന്നതാണ്. അതുപോലെ 18 തവണ ശബരിമല ദർശനത്തിനായി ഉപയോഗിച്ച മാല ഇരിക്കുന്ന ഭവനം ത്രിമൂർത്തികളുടെയും ദേവതകളുടെയും ആലയമായി കണക്കാക്കുന്നു. ഭഗവാന്റെ മാല ഇരിക്കുന്ന ആ ഭവനത്തിൽ ശനിദോഷം ബാധിക്കില്ല എന്നുള്ളൊരു വിശ്വാസവും കൂടെ ഉണ്ട്. ശബരിമല ദർശനത്തിലൂടെ ഇന്നലെ വരെ ചെയ്ത എല്ലാ പാപങ്ങൾക്കും മോചനമാണ് ഉണ്ടാവുന്നത്. കാമനകളെ അതിജീവിച്ച് പഞ്ചഭൂതങ്ങളെ ഉൾക്കൊണ്ടുള്ള ഒരു മണ്ഡലകാലം ഞാൻ എല്ലാവരെയും ആശംസിക്കുന്നു. സ്വാമിയെ ശരണമയ്യപ്പ.